നമ്മുടെ മക്കളുടെ നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ ഇവർക്ക് മുട്ടുമടക്കാതെ മറ്റൊരു നിർവാഹമില്ലായിരുന്നു. ഇത് മോഡി ഗവൺമെന്റിന്റെ അവസാനം ഈ ജന്തർ മന്ദിറിൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ആരംഭിച്ചിരിക്കുകയാണ്. തുടക്കം മുതൽ ഞാൻ ഈ കുട്ടികളുടെ കൂടെയായിരുന്നു. മാത്രമല്ല ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആ വിവരം പുറത്തു വരുമ്പോൾ ഈ സമരപന്തലിൽ ഇവരുടെ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം പകരുന്നതാണ്. ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ കുട്ടികളുടെ ഈ ചെറുപ്പക്കാരുടെ നമ്മുടെ മക്കളുടെ നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ ഇവർക്ക് മുട്ടുമടക്കാതെ മറ്റൊരു നിർവാഹമില്ലായിരുന്നു. ഇവരെ പീഡിപ്പിക്കാൻ അടിച്ചമർത്താനൊക്കെ പല തവണ ഇവർ നോക്കി. ഡൽഹി പോലീസ് മാത്രമല്ല, അതിർത്തിയിലുള്ള സേനയെ പോലും കൊണ്ട് പിടിച്ചു. ടിയർ ഗ്യാസ്, പെല്ലറ്റ്, അങ്ങനെ ഏതെല്ലാം രൂപത്തിലാണ് ഇവര് ഈ പറഞ്ഞ സമരത്തെ അടിച്ചമർത്താൻ നൂറുകണക്കിന് പിള്ളേരെ അടിച്ച് തകർത്തു. പക്ഷെ എന്നിട്ടും മിനിറ്റുകൾക്കുള്ളിൽ അവർ തിരിച്ചിവിടെ വന്നിരുന്നു. ഇപ്പോഴും കാലൊടിഞ്ഞ, കൈയൊടിഞ്ഞ, ശരീരം മുഴുവൻ പരിക്കലോടുള്ള പിള്ളേർ ഇവിടെ ഇരിക്കുകയാണ്. അതാണ് നിശ്ചയദാർഢ്യം. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇത് മോഡി ഗവൺമെന്റിന്റെ അവസാനം ഈ ജന്തർ മന്ദിറിൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ആരംഭിച്ചിരിക്കുകയാണ്. ഏത് ജനകീയ സമരത്തെയും കിരാത നിയമം കൊണ്ട്, തീഹാർ ജയിൽ കൊണ്ട്, UAPA കൊണ്ട് ഇല്ലാതാക്കാമെന്നുള്ള ഒരു ധാർഷ്ട്യം ഇവർക്കുണ്ടായിരുന്നു. ആ ധാർഷ്ട്യത്തെയാണ് ഈ പിള്ളേര് തകർത്തെറിഞ്ഞിരിക്കുന്നത്. ഈ ഒരു സന്ദേശം വളരെ വ്യക്തമാണ്. ജനാധിപത്യത്തിൽ ജനങ്ങളെ കേൾക്കണം. അതായത് ഇത്രയും ദിവസം ഈ 4 ആഴ്ചയോളം ഈ പിള്ളേരിൽ നിന്ന് പുറംതിരിഞ്ഞിരുന്ന ഭരണാധികാരികളുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളില് ഈ പറഞ്ഞ പോലെ അഭിസംബോധന നടത്താൻ പറ്റിയ മോഡി ഒരു മന്ത്രിയെങ്കിലും ഇങ്ങോട്ട് അയച്ചോ? ഒരാളെ അയച്ചിട്ടില്ല. അതായത് ഈ പിള്ളേരെ വേട്ടയാടിയ ശേഷം യാതൊരു ഉളുപ്പുമില്ലാതെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്ന അവര് പറഞ്ഞേ. ആരുടെ പരിഷ്കാരങ്ങൾ? ഒലക്കയിലെ പരിഷ്കാര ഇത് നടപ്പിലാക്കുന്നത്. ഈ പിള്ളേരുടെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കാതെ, അവരുടെ നിശ്ചയദാർഢ്യം എന്താണെന്ന് മനസ്സിലാക്കാതെ ഇവർ വിചാരിച്ചു ചില ചപ്പടി വിദ്യകൾ കൊണ്ട് ഇവർക്ക് ആൾക്കാരെ പറ്റിക്കാമെന്ന്. 2 തവണയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ മോഡി അനൗൺസ് ചെയ്തത്. എന്നിട്ട് അദ്ദേഹം എന്താണ് പറഞ്ഞേ? ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഫോളോവേഴ്സിന്റെ എണ്ണം കൂട്ടണമെന്ന്. ക്യാ ബോലാ? ഇൻസ്റ്റാഗ്രാം में ഫോളോവേഴ്സ് का നമ്പർ बढ़ाना है. उनको ग्राउंड रियलिटी എന്താണെന്ന് മനസ്സിലായില്ല.